ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പ് CC 2015-ലെ രണ്ടാം ഭാഗമാണ്. കഴിഞ്ഞ ഒന്നാം ഭാഗത്തിൽ നമ്മൾ പഠിച്ചത് റെക്റ്റാങ്കുലർ മാർക്ക് ടൂളിനെ കുറിച്ചായിരുന്നു. അതിൻ്റെ ഓപ്ഷനുകൾ, അതിൻ്റെ 4 ടൂളുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് നമ്മൾ അടുത്ത ടൂളായിട്ടുള്ള ലാസോ ടൂൾ, പോളിഗണൽ ലാസോ ടൂൾ, മാഗ്നറ്റിക് ലാസോ ടൂൾ എന്ന് പറയുന്ന 3 ടൂളുകളുടെ ഉപയോഗം എന്താണെന്ന് ആദ്യം നോക്കാം. ഇവിടെ നമ്മൾ ഈ 3 ടൂളുകളും സെലക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സെലക്ഷൻ നടത്തുന്നതിന് വേണ്ടി ഒരു ഫോട്ടോ ഇവിടെ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്, ഒരു ഇമേജ് ഓപ്പൺ ചെയ്യണം. അതിലേക്കായി ഞാൻ ഫയൽ മെനുവിൽ നിന്നും ഓപ്പൺ എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ Ctrl+O ആണ് ഷോർട്ട് കട്ടായി കീബോർഡിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഓപ്പൺ കൊടുത്തപ്പോഴത്തേക്കും ഒരു ഓപ്പൺ എന്ന് പറയുന്ന ഒരു വിൻഡോ ലഭിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഇമേജ് ഏതാണോ ഇമേജ്, ആ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഫോട്ടോ, ഈ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് കളയണം. അതിലേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന 3 ടൂളുകളാണ് ഈ പറഞ്ഞ ലാസോ ടൂൾ, പോളിഗണൽ ലാസോ ടൂൾ, മാഗ്നറ്റിക് ലാസോ ടൂൾ. ഇവിടെ ഞാൻ ആദ്യമായിട്ട് ലാസോ ടൂൾ എന്ന് പറയുന്ന ഒന്നാമത്തെ ടൂൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഈ ഫോട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നാൽ മറ്റൊരു പേജിൽ കൊണ്ടുവന്നതിന് ശേഷം കട്ട് ചെയ്യുന്ന രീതി ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം ഈ ഫോട്ടോയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്ന രീതിയും മനസ്സിലാക്കാം. ആദ്യം അതിലേക്കായിട്ട് ഞാനൊരു ന്യൂ പേജ് ഓപ്പൺ ചെയ്യുന്നു. ഫയൽ മെനുവിൽ നിന്നും ന്യൂ എന്ന് പറയുന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ ഇഞ്ച് ഞാൻ അളവ് കൊടുക്കുന്നു. ഒരു 8 വിഡ്ത്തും ഒരു 10 ഇഞ്ച് ഹൈറ്റും ഉള്ള ഒരു പേജ് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ പേജ് ലഭിച്ചിട്ടുണ്ട്. ഈ പേജ് ഇതിപ്പോൾ 2 പേജും ഒരുമിച്ചാണ് ഇവിടെ പേജായിട്ട് വന്നിട്ടുള്ളത്. നമുക്കിതിനെ വേണമെങ്കിൽ 2 പേജാക്കി മാറ്റാം. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതാണ് സൗകര്യം. ഇപ്പോൾ 2 പേജിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഞാനിതിനെ ഇവിടുന്ന് ഈ മൂവ് ടൂൾ എടുത്തതിന് ശേഷം വേണമെങ്കിൽ ഇതിനെ മാറ്റി വയ്ക്കാം. ഈ 2 പേജായിട്ട് തന്നെ ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ ചെയ്യുന്നത് ഈ ഫോട്ടോയിൽ ഈ മൂവ് ടൂൾ എടുത്തതിന് ശേഷം ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അടുത്ത പേജിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഒന്നാമത്തെ ഫോട്ടോ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്, അത് ക്യാൻസൽ ചെയ്യുന്നു. എന്നിട്ട് ഈ രണ്ടാമത്തെ ഫോട്ടോയിലേക്ക്, പുതിയ പേജിലേക്ക് കൊണ്ടുവന്ന ഫോട്ടോയിലേക്ക് വരുന്നു. അവിടെ ഫോട്ടോ നമ്മൾ കുറച്ചൊന്ന് ചെറുതാക്കി വയ്ക്കുക. അതിനായിട്ട് Ctrl+T എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതേപോലെ ഒരു സെലക്ഷൻ ലഭിച്ചിട്ടുണ്ടാവും. ആ സെലക്ഷൻ്റെ കോർണറിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഫോട്ടോ ഇതേപോലെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ വിഡ്ത്തും ഹൈറ്റും ഒരുപോലെ കുറഞ്ഞു വരികയുള്ളൂ. അതിന് കൂട്ടിയും കുറച്ച് നമുക്ക് വയ്ക്കാനുള്ള സാധിക്കും. എല്ലാം എന്ത് ചെയ്യുമ്പോഴും കോർണറിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് കീബോർഡിൽ നിന്ന് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഇട്ടതിന് ശേഷം ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളയുകയാണ്. ഇവിടുത്തെ ഉപയോഗിക്കുന്ന ടൂള് ലാസോ ടൂളാണ്. ഈ ലാസോ ടൂൾ എടുത്തതിന് ശേഷം നമുക്കിതിനെ ഈ പറയുന്ന 3 ടൂളുകൾ ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ആദ്യമായിട്ട് ലാസോ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ലാസോ ടൂൾ എടുത്തിട്ട് ഞാൻ ഇതിലൊരു പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ എഡ്ജിലൂടെ ഇങ്ങനെ വരഞ്ഞ് മൗസ് കൊണ്ട് വരഞ്ഞ് കൊണ്ടുപോവുക. ഏത് ഭാഗത്തൂടെയാണോ കട്ട് ചെയ്യേണ്ടത് ആ ഭാഗത്തൂടെ ഇങ്ങനെ വരഞ്ഞ് കൊണ്ടുപോവുക. എന്നിട്ട് തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് തുടങ്ങിയ പോയിന്റിൽ വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സെലക്ഷൻ അവിടെ നമുക്ക് ലഭിക്കും. അവിടെ നിന്ന് നമ്മൾ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ ആ ഭാഗം ഇതേപോലെ ഡിലീറ്റ് ആയി പോകുന്നതും കാണാൻ കഴിയും. ഇതുപോലെ പൂർണ്ണമായിട്ട് നമുക്ക് ആ ഇമേജിനെ പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് കളയാം. ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ പൂർണ്ണമായും ബാക്ക്ഗ്രൗണ്ടിനെ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഒരിക്കൽ കൂടെ പറയുന്നു, ലാസോ ടൂൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ എഡ്ജിലൂടെ ഇതേപോലെ കൊണ്ടുപോവുക. മൗസ് നല്ല ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും നമുക്കിതിനെ കട്ട് ചെയ്ത് അതിൻ്റെ പൂർണ്ണമായ രീതിയിലേക്ക് ഭംഗിയാക്കി കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ പൂർണ്ണമായും കൊണ്ടുവന്നിട്ട് എവിടെയാണോ നമ്മൾ ഈ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നിട്ട് തിരിച്ചിങ്ങനെ കൊണ്ടുവന്ന് റൗണ്ട് ചെയ്ത് ഈ തുടങ്ങിയ പോയിന്റിൽ വിട്ട് കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് അത്രയും കട്ടായി
പോകുന്നത് കാണാൻ കഴിയും. ഇതേപോലെ ചെയ്ത് നോക്കുക. ഇത് ഒരു രീതിയാണ്, ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ്. ഈ ടൂൾ ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഈ ഫെദർ സെലക്ഷൻ കൊടുത്ത് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ നേരത്തെ കണ്ടതുപോലെ ഒരു ഫെദർ സെലക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് വിട്ടു. അതിനുശേഷം ഷിഫ്റ്റ് F6 ആണ് ഇവിടുത്തെ ഫെദർ സെലക്ഷൻ. അതിൽ ഞാനൊരു 2 ഫെദർ അളവ്. ഫോട്ടോ ഒക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും 2 ഫെദർ അളവ് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. 1 അല്ലെങ്കിൽ 2 അളവ് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഒരു ഫെദർ എഫക്റ്റോട് കൂടി അവിടെ കട്ട് ചെയ്തത് കാണാൻ കഴിയും. നേരത്തെ നമ്മൾ ഷാർപ്പായിട്ടായിരുന്നു കട്ട് ചെയ്തത്. ഇപ്പോൾ അതിനൊരു സോഫ്റ്റ് എഫക്റ്റ് അതിൻ്റെ കട്ടിംഗ് പോയിന്റിൽ വന്നതായിട്ട് കാണാൻ സാധിക്കും. Alt കൺട്രോൾ സെറ്റ് ചെയ്ത് ബാക്ക് ചെയ്യുന്നു ഓരോ സ്റ്റെപ്പും. അതിനുശേഷം ഈ ഓപ്ഷൻ ബാറിൽ കാണുന്ന ഈ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ ഓപ്ഷൻ ബാറിൽ വരുന്ന ആഡ് ടു സെലക്ഷൻ, സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ, ഇൻ്റർസെക്റ്റ് വിത്ത് സെലക്ഷൻ, ഇങ്ങനെ ഓപ്ഷൻ ബാറിൽ 4 ഓപ്ഷനുകൾ നമ്മൾ നേരത്തെ പഠിച്ച സെലക്ഷൻ ടൂളുകൾ എവിടെ വരയ്ക്കുന്നു അവിടെയൊക്കെ ഈ ഓപ്ഷനുകൾ വരും. ആ ഓപ്ഷനുകൾ ഉപയോഗിച്ച് നമുക്ക് വീണ്ടും വേണമെങ്കിൽ കട്ട് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ആഡ് ചെയ്ത് കൂട്ടുകയോ ഒക്കെ സെലക്ഷൻ്റെ ഏരിയ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും ഇൻ്റർസെക്റ്റ് ചെയ്തെടുക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യം ഈ ടൂളുകൾക്കും ലഭ്യമാണ്. അടുത്ത ടൂൾ നോക്കുക, പോളിഗണൽ ലാസോ ടൂളാണ്. പോളിഗണൽ ലാസോ ടൂളിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പോളിഗണൽ ലാസോ ടൂൾ എടുത്തു, ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. അടുത്തത് ഈ പോയിന്റിൽ അടുത്ത് നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്യുന്നു അവിടെ മാത്രമേ അടുത്ത പോയിന്റ് ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തു, തൊട്ടടുത്താണെങ്കിൽ അങ്ങനെ, കുറച്ചുകൂടി അകലത്തിലാണെങ്കിൽ അങ്ങനെ, ഏത് പോയിന്റിലാണോ നമുക്ക് വേണ്ടത് ആ പോയിന്റിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പോയിന്റിലൂടെ അത് കുറച്ചുകൂടെ ഷാർപ്പായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. നേരത്തെ ലാസോ ടൂൾ ഉപയോഗിച്ചുവെങ്കിൽ ഇവിടെ പോളിഗണൽ ലാസോ ഉപയോഗിച്ച് കുറച്ചുകൂടെ നമുക്ക് റൗണ്ട് എല്ലാം വളരെ ഭംഗിയാക്കി സെലക്ട് ചെയ്യാൻ പറ്റും. അത് കുറച്ച് ക്ലാരിറ്റിയോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും മുടിയുടെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ അതും ഇതുപോലെ തുടങ്ങിയ പോയിന്റിൽ കൊണ്ടുവന്ന് എൻഡ് ചെയ്യുക. അപ്പോൾ തിരിച്ച് പോയിട്ടാണെങ്കിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരിക. വേണമെങ്കിൽ ഞാനൊരു മോഡൽ കാണിക്കാം. ഇപ്പോൾ നിൽക്കുന്ന ഈ ഫോട്ടോയുടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ടൂൾ ഉപയോഗിച്ച് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു പെട്ടെന്ന് കട്ട് ചെയ്യുകയാണ്. വളരെ ഷാർപ്പായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു വർക്കാണ്. കാരണം ഇതിൻ്റെ കോർണറൊക്കെ റൗണ്ട് ചെയ്യേണ്ടടുത്ത് കൃത്യമായ റൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് കട്ട് ചെയ്തതല്ല എന്ന ഫീലിംഗ് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ കൃത്യമായി നമ്മൾ എവിടെ നിന്നോ കട്ട് ചെയ്ത് കൊണ്ടുവച്ചു എന്നുള്ളൊരു ഫീലിംഗ് വരും. അത് ഒഴിവാക്കുന്നതിനായി വളരെ ശ്രദ്ധയോടുകൂടി അതിൻ്റെ പോയിന്റുകളെല്ലാം കട്ട് ചെയ്യുക. അത് മാത്രമല്ല അതിൻ്റെ എഡ്ജുകൾ കൃത്യമായ എഡ്ജിലൂടെ അല്ലാതെ ഒരു പോയിന്റ് അതിൻ്റെ ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യാവുന്ന ഒരു വർക്കാണത്. അത്യാവശ്യം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടൂളാണ്. ഇവിടേക്ക് ഈ പോയിന്റിലൊക്കെ ശരിക്കും റൗണ്ട് വേണ്ടതാണ്. നമ്മളിത് ഇവിടെ എത്തിയിട്ട് തിരിച്ച് ഇതിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് തിരിച്ച് വന്നാൽ വളരെ സ്മൂത്തായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപയോഗിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു സെലക്ഷൻ കിട്ടും. എന്നിട്ട് ഷിഫ്റ്റ് F6 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫെദർ കൊടുക്കാം. ഒരു 2 ഫെദർ എഫക്റ്റ് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് കീബോർഡിൽ നിന്ന് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺട്രോൾ D പറഞ്ഞ് സെലക്ഷൻ ഒഴിവാക്കിയാൽ
നമുക്ക് മനസ്സിലാവും വളരെ ഫ്രഷായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു ചെറിയ പ്രശ്നം കട്ട് ചെയ്ത ഭാഗത്ത് കാണുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒരു അല്പം കയറി നിൽക്കുന്നോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് റിവേഴ്സ് ചെയ്യുന്നു. ഞാൻ ബാക്കിലോട്ട് വരുന്നു, Alt Ctrl Z പറഞ്ഞ് ബാക്കിലേക്ക് വരുന്നു. ആ സെലക്ഷൻ വരെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഒരിക്കൽ കൂടെ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ കുറച്ചുകൂടെ അതിൻ്റെ ഉള്ളിലേക്ക് കട്ടായി 1, 2, 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചുകൂടെ കട്ടായി മാറുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഫോട്ടോ നമുക്ക് ആവശ്യാനുസരണം തീരെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ചെറിയ പ്രത്യേകത തോന്നുന്നുണ്ട്. അത്രയും വരാൻ പാടില്ല. ഒരു 1, 2 പ്രാവശ്യം ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും ആ ഒരു കട്ട് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ്. കൂടുതൽ അകത്തോട്ട് കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ബോറാണ്. അപ്പം അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതിന് സാധിക്കുന്നു. ഇതാണ് ഈ ടൂളിൻ്റെ പ്രത്യേകത, പോളിഗണൽ ലാസോ ടൂളിൻ്റെ പ്രത്യേകത. മാഗ്നറ്റിക് ലാസോ ടൂൾ എന്ന് പറയുന്നത് ഈ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം അതും കട്ട് ചെയ്യാൻ തന്നെയാണ്. ഈ ബോർഡറിലൂടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൊണ്ടുപോവുക, ക്ലിക്കൊന്നും ചെയ്യേണ്ട, വെറുതെ ഇങ്ങനെ കൊണ്ടുപോയാൽ ആ ബോർഡറിൽ അത് ക്ലിക്കാവുന്നതാണ്. അതൊരു കളർ ഏരിയ വെച്ചിട്ടാണ് അത് ബോർഡർ സെലക്ഷനായി പോകുന്നത്. ഇത് കൃത്യമായി കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആ പോയിന്റിലൂടെ കിട്ടുകയുള്ളൂ. അതല്ലെങ്കിൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കുറച്ച് ഉള്ളിലോട്ട് ഈ കാതിൻ്റെ പുറത്തൂടെയാണ് കയറി പിടിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമ്മൾ ചിലപ്പോൾ ക്ലിക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് തന്നെ പോകണം. അങ്ങനെ ക്ലിക്ക് ചെയ്തോ അല്ലാതെയോ ഒക്കെ പോകുന്നതിനുള്ള ബാക്ക് സ്പേസ് കൊടുത്താൽ ഇത് തിരിച്ചു വരും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പോയിന്റിലൂടെ ഇതേപോലെ ബാക്ക് സ്പേസ് കൊടുത്ത് കീബോർഡിൽ നിന്ന് ബാക്ക് സ്പേസ് കൊടുത്ത് ബാക്കിലോട്ട് വന്നിട്ട് ആവശ്യമുള്ള പോയിന്റിലൂടെ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെയും സെലക്ഷൻ കിട്ടി. ഞാൻ ഷിഫ്റ്റ് F6 കൊടുത്തു, 2 ഫെദർ സെലക്ഷൻ കൊടുത്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒരു പെർഫെക്ഷനോടുകൂടി വേറൊരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കട്ടിംഗ് ടൂളുകൾക്ക് വേണ്ടിയിട്ടാണ്, കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെലക്ഷൻ ടൂളുകൾ ഉപയോഗിക്കുന്നത്. ഈ 3 ടൂളുകളും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ലാസോ ടൂൾ, പോളിഗണൽ ലാസോ ടൂൾ, മാഗ്നറ്റിക് ലാസോ ടൂൾ. ഇനി ഫോട്ടോ കട്ട് ചെയ്യുന്നതിന് ഈ ടൂൾ മാത്രമേ ഉപയോഗിക്കൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. വേറെയും ടൂളുകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട പെൻ ടൂളുണ്ട്. പെൻ ടൂൾ ഉപയോഗിച്ച് ഫോട്ടോ ഭംഗിയായിട്ട് കട്ട് ചെയ്യാൻ കഴിയും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ടൂളിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ടൂളിലേക്ക് ഞാൻ പോവുകയാണ്. അടുത്ത ടൂൾ എന്ന് പറയുന്നത് ക്വിക്ക് സെലക്ഷൻ ടൂളാണ്. അതുപോലെ തന്നെ മാജിക് വാൻ ടൂൾ, 2 ടൂളുകളെ കുറിച്ച് പറയുന്നു. ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത് നമ്മൾ ക്വിക്ക് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം പേജിൽ ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ കളർ ഏരിയ, ഏത് കളറിൻ്റെ പുറത്താണോ ക്ലിക്ക് ചെയ്യുന്നത് ആ കളർ ഏരിയ മുഴുവനും സെലക്ഷനായി ലഭിക്കുന്നതാണ്. ഒരിക്കൽ കൂടെ ചെയ്യുന്ന ഫംഗ്ഷൻ ഒന്നുകൂടെ ചെയ്യുമ്പോൾ ഈ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം, ക്വിക്ക് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കുക, ഓപ്ഷൻ ബാറിൽ 30 എന്ന് പറഞ്ഞ അളവ് കാണുന്നുണ്ട്. അതിൻ്റെ സൈസാണ്, എത്ര സൈസിലുള്ള ഏരിയ നമുക്ക് സെലക്ട് ചെയ്യണം. അതിൻ്റെ ബ്രഷ് സൈസ്, അതുപോലെ തന്നെ ഹാർഡ്നെസ്, സ്പേസിംഗ് ഒക്കെ നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും. ആംഗിൾ കൂട്ടി കൊടുക്കാം, റൗണ്ട്നെസ് കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സൈസ് ഒരു അല്പം കൂട്ടി വെച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മാക്സിമം നല്ല അതിൻ്റെ കളർ ഏരിയ എത്രത്തോളം പോകുന്നുണ്ടോ അവിടെയൊക്കെ എനിക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എൻ്റെ സെലക്ഷൻ മാറുന്നു, വേറൊരു മോഡലിലേക്ക് മാറുന്നു. അല്ലാതെ നമുക്ക് ശരിക്കും സിംഗിൾ കളർ മാത്രം മതിയെങ്കിൽ ആ ഏരിയ അത്രയും ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. അതുപോലെ ഫേസിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫേസ് മാത്രമായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ അതങ്ങനെയും ക്ലിക്ക് ചെയ്ത്, ഇതാണ് ഈ ക്വിക്ക് സെലക്ഷൻ ടൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയോ ഫെദർ കൊടുത്തെടുക്കുകയോ ഒക്കെ ഇതിനകത്തൊരു ഓപ്ഷൻ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും എളുപ്പമുള്ള ഒരു ഉപയോഗമുണ്ട് അതിന്. അതായത് ക്വിക്ക് സെലക്ഷൻ ടൂൾ കൊണ്ട് നമ്മളിങ്ങനെ ഈ ഫേസ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്ന് വെക്കുക. അതിൻ്റെ ബ്രഷ് സൈസൊക്കെ കുറച്ച് വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏരിയ കൂടുതലായിട്ട് പോവും. അതിൻ്റെ സൈസ് കുറച്ച് വയ്ക്കുക. സൈസ് കുറച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ ഇത്ര ഏരിയ ഇങ്ങനെ കൊടുത്തു. ഇത്ര ഏരിയ കൊടുത്തിട്ട് ഇവിടത്തേക്ക് ആയിട്ട് എനിക്ക് ലൈറ്റ് ഒന്ന് കുറയ്ക്കണം. ഇപ്പോൾ ഇത് ഓവർ ലൈറ്റ് കാണുന്നുവെങ്കിൽ ലൈറ്റ് ഒന്ന് കുറയ്ക്കണം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ ക്വിക്ക് സെലക്ഷൻ ടൂൾ കൊണ്ട് പ്രത്യേകം സെലക്ട് ഈ ആവശ്യമുള്ള പോർഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ നേരെ ഈ മൂവ് ടൂൾ എടുത്തിട്ട് ഇമേജിൽ നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുക്കുന്നു. നമുക്ക് ആവശ്യമുള്ള ബ്രൈറ്റ്നസ്, ഞാൻ ബ്രൈറ്റ്നസ് ഇവിടെ കുറയ്ക്കണമെങ്കിൽ അല്പം ബ്രൈറ്റ്നസ് കുറച്ച് വെക്കാൻ പറ്റും. കണ്ടില്ലേ?
ബ്രൈറ്റ്നസ് കുറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ഇനി ഇത് ഈ ഓപ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ, ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഷിഫ്റ്റ് F6 പറഞ്ഞിട്ട് ഒരു ഫെദർ കൂടെ കൊടുത്തിട്ട് ഒരു 2 അല്ലെങ്കിൽ ഒരു 5 ഫെദർ കൊടുക്കാം, കുഴപ്പമില്ല. ഇവിടെ നമ്മൾ എഫക്റ്റ് കൊടുക്കുകയാണ്, അപ്പോൾ ഒരു 5 വരെ ഓപ്ഷൻ കൊടുക്കാം. ഫെദർ റേഡിയസ് 5 കൊടുത്ത് ഓക്കെ പറഞ്ഞു. അതിനുശേഷം ഇമേജിൽ പോയി അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയി ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന ഓപ്ഷൻ എടുത്ത് ഫെദർ ഒരല്പം കുറച്ച് നോക്കുക. കണ്ടില്ലേ, നമുക്ക് ഇത്രയും ലൈറ്റ് മതിയെങ്കിൽ ഇനിയും കുറയ്ക്കാം. ലൈറ്റ് മാക്സിമം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, ഒരല്പം കൂടെ കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സൗകര്യാനുസരണം. നേരത്തെ നിന്ന ലൈറ്റ് ഇത്രയുമാണ്, ഞാനൊരു ഇത്രയും കുറച്ച് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് ഈ സെലക്ഷൻ ഒന്ന് കളഞ്ഞു നോക്കുക. കൺട്രോൾ D പറഞ്ഞ് സെലക്ഷൻ ഒഴിവാക്കിയാൽ നമ്മൾ ലൈറ്റ് കുറച്ചതാണ് എന്നൊരു ഫീൽ നമുക്കുണ്ടാവില്ല. കാരണം നേരത്തെയുള്ള പിക്ചർ കാണാത്തവർക്ക് ഇതിനകത്ത് ലൈറ്റ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇങ്ങനെയുള്ള ടെക്നിക്കലായിട്ട് പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്, ഒരു ടൂളാണ് ഈ ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്ന ടൂൾ. ആ ടൂളൊന്ന് ഓർമ്മിച്ച് വയ്ക്കാം. ബാക്കിലോട്ട് റിവേഴ്സ് ചെയ്യുന്നു, Alt Control Z പറഞ്ഞ് ബാക്കിലേക്ക് വരിക. അതിനുശേഷം അടുത്ത ടൂളിലേക്ക് വരുന്നു. മാജിക് വാൻ ടൂളാണ്. മാജിക് വാൻ ടൂൾ എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഏരിയ നമുക്ക് കൂട്ടാവുന്ന ഒരു ടൂളാണ്. അതിനും ഈ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ടോളറൻസ് വാല്യൂ ഉണ്ട്. ടോളറൻസ് വാല്യൂ കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ ഒരു 50 ടോളറൻസ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വൈഡ് ഏരിയ പോയി സെലക്ഷൻ ആവുന്നത് കാണാൻ കഴിയും. അത് ഒരേ കളർ റേഞ്ചിലുള്ള ഒരു ഏരിയയാണ് സെലക്ട് ചെയ്യുന്നത്. ഏത് കളറിൽ ക്ലിക്ക് ചെയ്യുന്നോ ആ കളറുമായി ബന്ധപ്പെട്ട് വരുന്ന ഏരിയ മുഴുവനും നമുക്ക് സെലക്ഷനായി കിട്ടും. അതാണ് ഈ ടൂളിൻ്റെ പ്രത്യേകത. ഇതാണ് ഈ 2 ടൂളുകളും, ക്വിക്ക് സെലക്ഷൻ ടൂളും അതുപോലെ തന്നെ മാജിക് വാൻഡ് ടൂളും. ഈ 2 ടൂളുകളും ഒന്ന് ഓർമ്മിച്ചേക്കുക. അടുത്തതായി മറ്റൊരു ടൂളിലേക്ക് പോവുകയാണ്. അടുത്ത ടൂൾ എന്ന് പറയുന്നത് ക്രോപ്പ് ടൂളാണ്. പിന്നെ അതുപോലെ പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ, സ്ലൈസ് ടൂൾ, സ്ലൈസ് സെലക്ട് ടൂൾ. ഈ 4 ടൂളുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ 4 ടൂളുകൾ പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുന്നു. നമ്മളിവിടെ സെലക്ഷൻ ഒഴിവാക്കുകയാണ്. നോക്കാം, ഈ 2 ടൂളുകളുടെയും മറ്റൊരു ഉപയോഗം പറയുന്നത്, ഈ ടൂളുകൾ എടുക്കുമ്പോൾ ഏത് ടൂൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മാജിക് വാൻ ടൂൾ നമ്മൾ എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഓപ്ഷൻ ബാറിൽ പഠിച്ച അതേ ഓപ്ഷനുകൾ, ആഡ് ടു സെലക്ഷനും സബ്ട്രാക്ട് ഫ്രം സെലക്ഷനും അതുപോലെ ഇൻ്റർസെക്റ്റ് വിത്ത് സെലക്ഷനും, മാത്രമല്ല ടോളറൻസ് ഏരിയ, എത്രത്തോളം ടോളറൻസ് അതിന് കൂട്ടി കൊടുക്കണം എന്നുള്ള ഏരിയയും, അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടൂളിന് മാത്രമല്ല, റെക്റ്റാങ്കുലർ മാർക്കി ടൂളിന് മാത്രമല്ല, അതുപോലെ തന്നെ ഈ ലാസോ ടൂളുകൾ പോലുള്ള സെലക്ഷൻ ടൂളുകൾക്കും അതുപോലെ തന്നെ മാജിക് വാൻഡ് പോലുള്ള സെലക്ഷൻ ടൂളുകൾക്കും ഒക്കെ ഈ ഓപ്ഷനുകൾ ബാധകമാണ്. എവിടെയാണോ നമ്മൾ സെലക്ഷൻ ബ്ലിങ്കിങ് എഫക്റ്റോട് കൂടി നിൽക്കുന്ന സെലക്ഷൻ എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഈ ഓപ്ഷനുകൾ ലഭിക്കും എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ചിലപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങ് താഴോട്ട് പഠിച്ചു വരുമ്പോഴത്തേക്കും മറ്റേതെങ്കിലും ഒരു ടൂൾ എടുത്ത് ഉപയോഗിച്ചിട്ട്, ചിലപ്പോൾ പാത്ത് ടൂളായിരിക്കാം, പാത്ത് പോലെ വരുന്ന ടൂളായിരിക്കാം, അങ്ങനെ ഒരു പാത്ത് വരഞ്ഞതിന് ശേഷം കൺട്രോൾ എൻ്റർ ചെയ്ത് അതിനെ സെലക്ഷൻ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതേ ഓപ്ഷനുകൾ നമുക്കിവിടെ ലഭ്യമാകുന്നതാണ്. അതിന് ഞാൻ പ്രത്യേകിച്ച് പറയില്ല, ഇവിടെ ഒന്ന് ഓർമ്മിച്ചോളണം, എവിടെയാണോ ബ്ലിങ്കിങ് സെലക്ഷൻ വരുന്നത് അവിടെയൊക്കെ ഈ ഓപ്ഷനുകൾ വരുന്നതാണ്. ഈ അടുത്ത ടൂളുകളെക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്തിൽ പഠിക്കാം. ഈ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.